ആൽക്കഹോളിക്സ് അനോണമിസ് പേജ് 6 ബില്ലിൻ്റെ കഥ. മനസ്സും ശരീരവും മനോഹരങ്ങളായ യന്ത്ര സംവിധാനങ്ങളാണ്. കാരണം എൻ്റെ മനസ്സും ശരീരവും ഈ പീഡനം 2 വർഷം കൂടി അനുഭവിച്ചു. രാവിലെയുള്ള ഭയപ്പാടും ഭ്രാന്തും തോന്നിയപ്പോൾ ചിലപ്പോഴൊക്കെ ഭാര്യയുടെ തുച്ഛമായ പേഴ്സിൽ നിന്നും ഞാൻ പണം മോഷ്ടിച്ചു. വീണ്ടും ഞാൻ തുറന്ന ജനലിൻ്റെ മുമ്പിൽ ആടിക്കൊഴിഞ്ഞ് നിൽക്കുകയോ വിഷവും മരുന്നുകളും വെച്ചുള്ള അലമാരയുടെ മുമ്പിൽ തൂങ്ങി നിൽക്കുകയോ ചെയ്തു. ഇങ്ങനെയൊരു ദുർബലനായി പോയതിൽ സ്വയം ശപിച്ചുകൊണ്ട് ഞാനും ഭാര്യയും രക്ഷപ്പെടൽ തേടിക്കൊണ്ട് ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്കും തിരിച്ചങ്ങോട്ടും യാത്രകൾ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ആ രാത്രി വന്നു ചേർന്നു. ജനലിലൂടെയും ജനൽപ്പാളികളിലൂടെയുമെല്ലാം ഞാൻ പൊട്ടിച്ചിതറുമെന്നു തോന്നിയ ശാരീരികവും മാനസികവുമായ ദുരിതം. നരകതുല്യമെന്ന് തോന്നിയ രാത്രി. പെട്ടെന്ന് കുതിച്ചു മുന്നോട്ട് പോകുമെന്ന് ഭയത്താൽ ഒരുവിധം ഞാൻ എൻ്റെ പായ താഴത്തുള്ള തറയിലേക്ക് വലിച്ചു നീക്കി. ഒരു ഡോക്ടർ ശക്തമായ ഒരു ഉറക്കമരുന്നുമായി എത്തി. അടുത്ത ദിവസം എന്നെ കണ്ടത് കുടിച്ചും ഉറക്കമരുന്ന് കഴിച്ചുമുള്ള പരുവത്തിലാണ്. ഈ ചേരുവ എന്നെ വളരെ പെട്ടെന്ന് നാശത്തിലെത്തിച്ചു. എൻ്റെ ബോധാവസ്ഥയെക്കുറിച്ച് ആളുകൾ ഭയപ്പെട്ടു. എൻ്റെ അവസ്ഥയായും അതായിരുന്നു. കുടിക്കുമ്പോൾ ഭക്ഷണം ഒട്ടും കഴിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ തൂക്കം 40 പൗണ്ട് താണു. എൻ്റെ അളിയൻ ഒരു ഡോക്ടറാണ്. അയാളുടെയും എൻ്റെ അമ്മയുടെയും കാരുണ്യത്താൽ മാനസികമായും ശാരീരികമായും അമിത മദ്യപാന രോഗികളെ പുനരധിവസിപ്പിക്കുന്നതിൽ ദേശീയ പ്രസിദ്ധി നേടിയ ഒരു ആശുപത്രിയിൽ ഞാൻ പ്രവേശിക്കപ്പെട്ടു. അമൃത സഞ്ജീവനി ചികിത്സയിലൂടെ എൻ്റെ തലച്ചോറ് ശുദ്ധീകരിക്കപ്പെട്ടു. ഹൈഡ്രോതെറാപ്പിയും രോഗചികിത്സയിൽ ജലം ശാസ്ത്രീയമായി ഉപയോഗിച്ചുകൊണ്ടുള്ള രീതി, ലഘുവ്യായാമവും വളരെ സഹായകമായി. എല്ലാറ്റിനുമുപരി തർക്കമറ്റ നിലയിൽ സ്വാർത്ഥനും വിഡ്ഢിയുമായിരുന്ന ഞാൻ ശാരീരികമായും മാനസികമായും അപകടകരമായ തോതിൽ രോഗമുള്ളവനായി കഴിഞ്ഞിരുന്നു. എന്നെ എനിക്ക് വിശദീകരിച്ചു തന്ന ദയാലുവായ ഡോക്ടറെ ഞാൻ കണ്ടുമുട്ടി. മറ്റു കാര്യങ്ങളിൽ ശക്തമായി തന്നെ നിൽക്കാറുള്ള അമിത മദ്യപാന രോഗികളുടെ മനക്കെട്ടി മദ്യത്തോടേറ്റുമുട്ടേണ്ടി വരുമ്പോൾ അത്ഭുതകരമായ തോതിൽ ദുർബലമാക്കപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ അതിനേക്കാൾ ഒട്ടേറെ ആശ്വാസപ്രദമായി തോന്നി. കുടി നിർത്താൻ വേണ്ടിയുള്ള നിരാശാജനകമായ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ അവിശ്വസനീയമായ പെരുമാറ്റം വിശദമാക്കപ്പെട്ടു. അപ്പോഴേക്കും സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഉയർന്ന പ്രതീക്ഷയോടെ ഞാൻ പെരുമാറാൻ തുടങ്ങി. 3-4 മാസത്തേക്ക് ഈ നില നന്നായി തുടർന്നു. ഞാൻ കൃത്യമായി പട്ടണത്തിലേക്ക് പോവുകയും കുറച്ച് പണമുണ്ടാക്കുകയും ചെയ്തു. തീർച്ചയായും ഉത്തരം ഇതുതന്നെയായിരുന്നു, സ്വയം അറിയൽ. പക്ഷേ അത് അധികനാൾ തുടർന്നില്ല. കാരണം ഒരിക്കൽ കൂടി ഞാൻ കുടിച്ച ആ ഭയാനക ദിവസം വന്നെത്തി. അധപ്പതനമോഹനായ ധാർമ്മികതയുടെയും ആരോഗ്യത്തിൻ്റെയും ഗ്രാഫ് രേഖ കുത്തനെ താഴോട്ട് പതിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ആശുപത്രിയിലേക്ക് ചെന്നു. ഇത് അവസാനമാണ്, തിരശ്ശീല വീഴലാണ് എന്ന് ഞാൻ കരുതി. ക്ഷീണിതയും നിരാശഭരിതരുമായിരുന്ന എൻ്റെ ഭാര്യ മസ്തിഷ്കക്ഷതം കൊണ്ടുണ്ടാകുന്ന വിഭ്രാന്തിക്കിടയിൽ എനിക്ക് ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ടെന്നും അതുമല്ലെങ്കിൽ 1 വർഷത്തിനകം മസ്തിഷ്കത്തിനു പഴുപ്പ് ബാധിച്ചവനായി ഞാൻ മാറാനിടയുണ്ടെന്നുള്ള വിവരം അറിയിച്ചു. അവൾക്കുടനെ എന്നെ ചികിത്സകൻ്റെ പക്കലോ ചികിത്സാലയത്തിലോ എത്തിക്കേണ്ടി വരും എന്ന നിലയിലായി. അവരെന്നോട് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എനിക്കറിയാമായിരുന്നു. ആ ആശയം ഏതാണ്ട് സ്വാഗതം ചെയ്യുകയും ചെയ്തു. എൻ്റെ അഹങ്കാരത്തിനേറ്റ വിനാശകരമായ ഒരടിയായിരുന്നു അത്. തടസ്സങ്ങളെ തരണം ചെയ്യാനുള്ള എൻ്റെ കഴിവിനെക്കുറിച്ചും എന്നെക്കുറിച്ചും എൻ്റെ പ്രാഗൽഭ്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ മതിപ്പുണ്ടായിരുന്ന ഞാൻ അവസാനം കെണിയിലകപ്പെട്ടു. നേരത്തെ സ്ഥിരം മദ്യപാനികളായിരുന്നവരുടെ ജാഥയിൽ പങ്കു ചേർന്നുകൊണ്ട് ഇപ്പോഴെനിക്ക് അന്ധകാരത്തിലേക്ക് മുങ്ങിത്താഴേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ പാവം ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചു. എന്തൊക്കെയായാലും വേണ്ടിടത്തെല്ലാം സന്തുഷ്ടി ഞങ്ങൾക്കുണ്ടായിരുന്നു. തിരുത്തപ്പെടുന്നതിനായി എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണ്. പക്ഷേ അതിനുള്ള സമയം ഇപ്പോൾ കഴിഞ്ഞുപോയി. സ്വയം സഹതാപത്തിൻ്റെ ചതുപ്പ് നിലത്തിൽ ഞാൻ അനുഭവിച്ച നിരാശതയും ഏകാന്തതയും വാക്കുകൾ കൊണ്ട് വിശദമാക്കാൻ സാധിക്കുന്നതല്ല. എൻ്റെ നാലുപാടും ചെളിമണൽ വ്യാപിച്ചിരുന്നു.
ഞാൻ എൻ്റെ എതിരാളിയെ കണ്ടുമുട്ടിക്കഴിഞ്ഞു. ഞാനൊരു ആവേശഭരിതനായി. മദ്യമായിരുന്നു എൻ്റെ യജമാനൻ. വിറച്ചുകൊണ്ട് ഒരു തകർന്ന മനുഷ്യനായി ആശുപത്രിയിൽ നിന്നു ഞാൻ പുറത്തു കടന്നു. കുറച്ചു നാളത്തേക്ക് ഭയം മദ്യത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തി. കുടുക്കിലകപ്പെടുത്താൻ അവസരം പാർത്തിരുന്ന ആദ്യത്തെ കുടിയുടെ ഭ്രാന്ത് ഉടനെ എത്തി. 1934 യുദ്ധവിരാമ ദിനത്തിനാൾ ഞാൻ വീണ്ടും അബോധാവസ്ഥയിലായി. എന്നെ എവിടെയെങ്കിലും പൂട്ടിയിടണമെന്നും അല്ലെങ്കിൽ ദാരുണമായ അന്ത്യത്തിലേക്ക് ഞാൻ കാലിടറി വീഴുമെന്നുള്ള സുനിശ്ചിതമായ വസ്തുതയ്ക്ക് എല്ലാവരും കീഴ്പ്പെട്ടതായി തോന്നി. പ്രഭാതത്തിനു മുമ്പ് എന്തൊരു കൂരാക്കൂരിട്ടാണ്! യഥാർത്ഥത്തിൽ എൻ്റെ വിഷയലംബടത്വത്തിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമായിരുന്നു അത്. ഞാൻ വൈകാതെ വിളിക്കാനിഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പോവുകയായിരുന്നു. ഞാൻ സന്തോഷവും സമാധാനവും ജീവിതത്തിൻ്റെ ഉപയോഗക്ഷമതയും സമയം മുന്നോട്ടു പോകുന്തോറും അത്ഭുതവും അവിശ്വസനീയവുമായ തരത്തിലുള്ള ഒരു ജീവിതത്തിലൂടെ അറിയാൻ പോവുകയായിരുന്നു.